മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായെങ്കിലും വി ഡി സതീശൻ മന്ത്രിസഭയിൽ കെ.സി. വേണുഗോപാൽ പക്ഷത്തിനാണ് മേൽക്കൈ. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വെച്ച പല പേരുകളും അവസാന നിമിഷം പട്ടികയിൽ ഉൾപ്പെട്ടില്ല. O.J. ജനീഷിന്റെ സർപ്രൈസ് എൻട്രി ഉൾപ്പെടെ കെ.സി. പക്ഷത്തിന്റെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗം എന്നാണ് വിലയിരുത്തൽ. അടിമുടി നാടകീയം. ഗവർണറെ കാണാൻ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കന്റോൺമെന്റ് ഹൌസിൽ നിന്നും ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് വരെ ട്വിസ്റ്റുകൾ. മന്ത്രിപ്പട്ടികയിൽ അവസാന നിമിഷ തിരുത്തലുകൾ. മുഖ്യമന്ത്രി സ്ഥാനനഷ്ടം കെ.സി. ക്യാമ്പിനുണ്ടാക്കിയ ആഘാതം ക്യാബിനറ്റിലെ അപ്രമാദിത്വം കൊണ്ട് മറികടന്നു. സണ്ണി ജോസഫ്, A.P. അനിൽകുമാർ, റോജി എം ജോൺ, O.J. ജനീഷ്, T. സിദ്ദിഖ്, P.C. വിഷ്ണുനാഥ്, M. ലിജു, ബിന്ദു കൃഷ്ണ എന്നിങ്ങനെ 8 കെ.സി. പക്ഷക്കാർ. ആദ്യം മുതൽ ലിസ്റ്റിലുണ്ടായിരുന്ന ചാണ്ടി ഉമ്മനടക്കം പുറത്തായപ്പോൾ അവസാന നിമിഷം O.J. ജനീഷും റോജി എം ജോണും മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വെച്ച പേരുകൾ പലതും വെട്ടിപ്പോയി. ഷാനിമോൾ ഉസ്മാനെയും വി ടി ബൽറാമിനെയും വളരെ ആസൂത്രിതമായാണ് കെ.സി. പക്ഷം വെട്ടിയത്. കെ.എ. തുളസിയെ ഇറക്കിയുള്ള ഒറ്റ നീക്കത്തിൽ ആ തന്ത്രം വിജയിച്ചു. ഹൈക്കമാൻഡ് ഇടപെടലിൽ T. സിദ്ദിഖും ഉറപ്പിച്ചതോടെ കെ.സി. വേണുഗോപാൽ ക്യാമ്പ് ക്യാബിനറ്റിൽ കരുത്തുറപ്പിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.